എറണാകുളം പൂത്തോട്ട പാലത്തിൽ വാഹനങ്ങൾ കൂട്ടിയിടിച്ചു. ലോഡുമായി പോയ കണ്ടെയ്നർ ലോറിയും ടിപ്പറുമാണ് കൂട്ടിയിടിച്ചത്. അപകടത്തെ തുടർന്ന് റോഡിൽ ഗതാഗത കുരുക്ക്. വിശദാംശങ്ങളുമായി വിഷ്ണു ചേരുന്നു. വിഷ്ണു, എപ്പോഴാണിത് ഇടി നടന്നത്? തുടർന്ന് ഗതാഗതത്തിന് ബുദ്ധിമുട്ട് നേരിട്ടോ? വിശദാംശങ്ങൾ എന്താണ്? മോത്തി, ഇന്ന് പുലർച്ചെ 5 മണിയോടെയായിരുന്നു വൈക്കം തൃപ്പൂണിത്തുറ റൂട്ടിലെ പൂത്തോട്ട പാലത്തിൽ വെച്ച് വാഹനങ്ങൾ കൂട്ടിയിടിച്ചത്. എറണാകുളം ഭാഗത്തു നിന്ന് കോട്ടയത്തോട്ട് പോവുകയായിരുന്ന ഒരു കണ്ടെയ്നർ ലോറിയും അതുപോലെ തന്നെ എതിർദിശയിൽ വന്ന ടിപ്പർ ലോറിയുമാണ് കൂട്ടിയിടിച്ചത്. ഈ അപകടത്തിൽ കണ്ടെയ്നർ ലോറിയുടെ ഡ്രൈവർക്ക് നിസ്സാര പരിക്കുകൾ ഏറ്റിരുന്നു. അദ്ദേഹത്തെ ആശുപത്രിയിലേക്ക് മാറ്റി ആശുപത്രിയിൽ കൊണ്ടുപോയിരുന്നു. അതിനുശേഷം രാവിലെ മുതൽ അവിടെ സ്ഥലത്ത് ഗതാഗത തടസ്സം ഉണ്ട്. ഒരു വൈക്കം എറണാകുളത്ത് നിന്നും കോട്ടയത്ത് നിന്നുമുള്ള വാഹനങ്ങൾ വരുന്ന പ്രധാന റോഡാണിത്. അപ്പോൾ രാവിലെ മുതൽ ആ ഭാഗങ്ങളിൽ നല്ല രീതിയിലുള്ള ഗതാഗത തടസ്സമുണ്ട്. നിലവിൽ വണ്ടി മാറ്റുന്നതിനുള്ള ക്രമീകരണങ്ങൾ പോലീസ് ആരംഭിച്ചിട്ടുണ്ട്. ക്രെയിൻ അടക്കമുള്ളവ എത്തിച്ചതിന് ശേഷമാണ് ഈ കണ്ടെയ്നർ, ലോഡുമായി വന്ന കണ്ടെയ്നറാണ്. അപ്പോൾ അത് 2 ക്രെയിനുകളോളം വന്നതിന് ശേഷം മാത്രമേ അത് റോഡിൽ നിന്ന് മാറ്റാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ അതിനുവേണ്ട ക്രമീകരണങ്ങൾ പോലീസ് നടത്തി വരികയാണ്. നിലവിൽ ആ ഭാഗത്തേക്ക് പോകുന്ന, കോട്ടയത്തോട്ട് പോകുന്ന വാഹനങ്ങൾ പുത്തൻകാവ് പരിസരത്ത് നിന്നും തിരിച്ചുവിടുന്ന ഒരു സാഹചര്യമുണ്ട്. അതുപോലെ തന്നെ കോട്ടയത്ത് നിന്നും എറണാകുളത്തോട്ട് വരുന്ന വാഹനം വൈക്കം ടോൾ പരിസരത്ത് നിന്നും തിരിച്ച് വിടുന്ന ഒരു ക്രമീകരണമാണ് പോലീസ് ഇപ്പോൾ നടത്തിയിട്ടുള്ളത്. ആ വഴി നമുക്കറിയാം, പാലമാണ്, പ്രധാനപ്പെട്ട പാലമാണ്. ഈ വാഹനങ്ങളെല്ലാം ഒരുപാട് പോകുന്ന ഒരു വഴിയുമാണ്. അതൊരു രാവിലെ നേരമാണ്. സ്കൂളുകളും ഓഫീസുകളും അടക്കമുള്ള സ്ഥലങ്ങളിലോട്ട് ആളുകൾ പോകുന്ന സാഹചര്യമുണ്ട്. അതുകൊണ്ട് അത് കാരണം വലിയ രീതിയിലുള്ള ഒരു ഗതാഗത തടസ്സം ആ ഭാഗത്തുണ്ടായിരുന്നു. ഏതായാലും നിലവിൽ വാഹനങ്ങൾ ക്രമീകരിച്ചിട്ടുണ്ട് പോലീസ്. ചെറിയ ബൈക്കുകൾ ഉൾപ്പെടെയുള്ളവ മാത്രമാണ് ഇപ്പോൾ ആ വഴിയിലൂടെ കടത്തിവിടുന്നുള്ളൂ. മറ്റു വാഹനങ്ങൾ ഇത്തരത്തിൽ വൈക്കത്ത് നിന്ന് വരുന്ന വാഹനങ്ങൾ അവിടെ വൈക്കം ടോൾ ഭാഗത്തു നിന്നും എറണാകുളത്ത് നിന്ന് കോട്ടയത്തോട്ട് പോകുന്ന വാഹനങ്ങൾ പുത്തൻകാവിൽ നിന്നും തിരിച്ചുവിടുന്നുണ്ട്. നിലവിൽ ആ വാഹനം മാറ്റുന്നതിനുള്ള ക്രമീകരണങ്ങൾ പോലീസ് ആരംഭിച്ചിട്ടുണ്ട്. വാഹനം ക്രെയിൻ അടക്കമുള്ളവ എത്തിച്ച ശേഷം കണ്ടെയ്നർ റോഡിൽ നിന്ന് മാറ്റിയതിനു ശേഷം മാത്രമാണ് ഗതാഗതം പഴയ രീതിയിൽ പുനഃസ്ഥാപിക്കാൻ സാധിക്കുകയുള്ളൂ. മോത്തി.